Consider the sets phi A is equal to 1, 3, B is equal to 1, 5, 9, C is equal to 1, 3, 5, 7, 9. Insert the symbol, subset in the symbol, not subset in the symbol, between each of the following pair of sets. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നതോടുകൂടി സബ്സെറ്റ് എന്താണ്, സബ്സെറ്റ് അല്ലാത്തത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ ആദ്യം തന്നിരിക്കുന്നത് ഫൈ സബ്സെറ്റ് ഓഫ് ബി ആണോ നോട്ട് സബ്സെറ്റ് ഓഫ് ബി ആണോ? നമുക്കറിയാം എംപ്റ്റി സെറ്റ് സബ്സെറ്റ് ഓഫ് എവറി സെറ്റ് ആണ്. സോ ഫൈ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഏത് സെറ്റും ആയിക്കോട്ടെ അതിന്റെ സബ്സെറ്റ് ആണ്. സോ നമ്മൾ ഏത് സിമ്പിൾ എഴുതും? ഈ ഒരു സിമ്പിളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. രണ്ടാമത് എയും ബിയും തന്നിട്ടുണ്ട്. എ ബിയുടെ സബ്സെറ്റ് ആണോ അല്ലയോ എന്ന് എഴുതണം. സോ എ നോക്കാം. എയിലെ എലമെന്റ്സ് ഏതൊക്കെയാണ്? 1ഉം 3ഉം. ബിയിലെ എലമെന്റ്സ് ഏതൊക്കെയാണ്? 1ഉം 5ഉം 9ഉം. എയിലെ എലമെന്റ്സ് എല്ലാം ബിയിൽ ഉണ്ടോ? ഇല്ല. 3 എന്ന് പറഞ്ഞ എലമെന്റ് ബിയിൽ ഇല്ല. സോ എവറി എലമെന്റ് ഓഫ് എ ഈസ് നോട്ട് ആൻ എലമെന്റ് ഓഫ് ബി. സോ നമ്മൾ എന്ത് പറയും? എ ഈസ് നോട്ട് സബ്സെറ്റ് ഓഫ് ബി. ഓക്കെ, അടുത്ത നോക്കൂ. എയും സിയും. എയിലെ എലമെന്റ്സ് 1ഉം 3ഉമാണ്. സിയിലെ എലമെന്റ്സ് 1, 3, 5, 7, 9. Check whether A is subset of C. So to check whether A is subset of C, you have to check whether every element of A is also an element of C. Yes. എയിലെ എലമെന്റ്സ് 1, 3 ആണ്. ആ രണ്ട് എലമെന്റ്സ് എവിടെയുണ്ട്? സിയിലുമുണ്ട്. സോ എ ഈസ് സബ്സെറ്റ് ഓഫ് സി. And next two sets are B and C. Check whether B is subset of C or not. So B നോക്കൂ. ബിയിലെ എലമെന്റ്സ് ഏതൊക്കെയാണ്? 1, 5, 9 ആണ്. സിയിലെ എലമെന്റ്സ് നോക്കൂ. 1, 3, 5, 7, 9. നോക്ക ബിയിലെ എല്ലാ എലമെന്റ്സും സിയിൽ ഉണ്ടോ എന്ന്. ബിയിലെ എലമെന്റ്സ് 1, 5, 9 ആണ്. 1ഉം 5ഉം 9ഉം സിയിലും ഉണ്ട്. സോ ബി ഈസ് സബ്സെറ്റ് ഓഫ് സി. അപ്പൊ മനസ്സിലായല്ലോ, ഒരു സെറ്റ് മറ്റൊരു സെറ്റിന്റെ സബ്സെറ്റ് ആകണമെങ്കിൽ ഉള്ള കണ്ടീഷൻ. തിരിച്ച് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നതെങ്കിലോ, സി തന്നു ആദ്യം, അത് കഴിഞ്ഞ് ബി തന്നു. ചെക്ക് വെദർ സി ഈസ് സബ്സെറ്റ് ഓഫ് ബി. സി ബിയുടെ സബ്സെറ്റ് ആകണമെങ്കിൽ സിയിലെ എല്ലാ എലമെന്റ്സും ബിയിലും ഉണ്ടായിരിക്കണം. സിയിലെ എല്ലാ എലമെന്റ്സ് നോക്ക്. 1ഉം 3ഉം 5ഉം 7ഉം 9ഉം വരണം. പക്ഷെ ആകെ 1ഉം 5ഉം 9ഉം മാത്രമേ ഉള്ളൂ. 3ഉം ഇല്ല, 7ഉം ഇല്ല. സോ അങ്ങനത്തെ കേസിൽ നമ്മൾ പറയും എന്താ? സി ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി എന്ന്. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് കാണാം സിയിലെ 3 എലമെന്റ്സ് കൂട്ടിയാണ് ബി എന്ന സെറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ സി എന്ന് പറയുന്നത് ബിയുടെ എന്താണ്? സൂപ്പർ സെറ്റ് ആണ്. ഓക്കെ, exercise 1.3 question number 1. Make correct statements by filling in the symbols subset of or not a subset of in the blank spaces. So first one നോക്ക. ഇവിടെ രണ്ട് സെറ്റ് തന്നിട്ടുണ്ട്. ഇടയ്ക്ക് നമ്മൾ സബ്സെറ്റ് ആണോ സബ്സെറ്റ് അല്ലേ എന്ന സിമ്പിൾ യൂസ് ചെയ്യണം. ഓക്കെ, ഇവിടെ ഫസ്റ്റ് സെറ്റ് നോക്ക്. 2, 3, 4. ഇവിടുത്തെ സെക്കൻഡ് സെറ്റ് നോക്ക്. 1, 2, 3, 4, 5. So here you can see that every element of first set is an element of second set, is also an element of second set. So the first set is subset of second set. ആണല്ലോ. അടുത്ത നോക്കൂ. രണ്ടാമത്തത് A, B, C, B, C, D. Check whether every element of this set is an element of set, this second set. അല്ല, A എന്ന് പറഞ്ഞ എലമെന്റ് രണ്ടാമത്തെ സെറ്റിൽ ഇല്ല. എല്ലാ എലമെന്റ്സും ഒന്നാമത്തെ സെറ്റിലെ എല്ലാ എലമെന്റ്സും രണ്ടാമത്തെ സെറ്റിൽ ഇല്ലാത്തത് കൊണ്ട് the first set is not a subset of second set. ഓക്കെ, ഇവിടെ നമ്മൾ ഈ രണ്ട് സിമ്പിൾ മാത്രമാണ് ഉപയോഗിക്കേണ്ടത്. നെക്സ്റ്റ് വൺ നോക്കാം. അത് സെറ്റ് ബിൽഡ് ഓഫ് ഫോമിലാണ് രണ്ട് സെറ്റുകളും തന്നിരിക്കുന്നത്. ഫസ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് x such that x is a student of class 11 of your school. രണ്ടാമത്തെ സെറ്റ് തന്നിരിക്കുന്നത് x such that x is a student of your school. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്യാം. നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളെല്ലാം 11th സ്റ്റാൻഡേർഡിലെ നിങ്ങളുടെ സ്കൂളിലെ 11th സ്റ്റാൻഡേർഡിലെ കുട്ടികളെല്ലാം നിങ്ങളുടെ സ്കൂളിലെ കുട്ടികളാണോ?
യെസ് ആണല്ലോ. സ്കൂളിലെ കുട്ടി ഒരു ക്ലാസ്സിലെ ഒരു സ്കൂളിലെ ഒരു ക്ലാസ്സിലെ കുട്ടി എന്ന് പറയുന്നത് ആ സ്കൂളിലെയും കുട്ടി തന്നെയാണ്. ഓക്കെ, സോ ദ ഫസ്റ്റ് സെറ്റ് ഇസ് സബ്സെറ്റ് ഓഫ് സെക്കൻഡ് സെറ്റ്. അടുത്ത രണ്ട് സെറ്റുകൾ, ഫസ്റ്റ് സെറ്റ് x such that x is a circle in the plane. രണ്ടാമത്തെ സെറ്റ് x such that x is a circle in the same plane with radius 1 unit. സോ ഇങ്ങനെ ജോമെട്രിക്കൽ ഫിഗേഴ്സ് ആണ് വരുന്നതെങ്കിൽ ഒരു പ്ലെയിനിലെ ഒരേ പ്ലെയിനിലെ രണ്ട് സർക്കിൾസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സോ ദ ഫസ്റ്റ് സർക്കിൾ ക്യാൻ ബി ഓഫ് എനി റേഡിയസ്. ഏത് റേഡിയസിൽ വേണമെങ്കിലും നമുക്കൊരു സർക്കിളിനെ കൺസിഡർ ചെയ്യാം. ഓക്കെ, അതേ പ്ലെയിനിൽ വേറൊരു സർക്കിൾ തന്നിട്ടുണ്ട് വിത്ത് റേഡിയസ് 1 യൂണിറ്റ്. ഒരു യൂണിറ്റ് മാത്രം റേഡിയസ് ഉള്ളത്. സോ ഞാൻ അതിൻ്റെ ഉള്ളിൽ വരച്ചു. കാരണം ആദ്യത്തെ സർക്കിളിനെ എനിക്ക് ഏത് റേഡിയസിൽ വേണമെങ്കിലും എടുക്കാം. ഇതിന് ചെറുതായി എടുക്കുമ്പോൾ മാത്രമാണ്, ഈ റേഡിയസിന് ചെറുതായി എടുക്കുമ്പോൾ മാത്രമാണ് ആ സർക്കിൾ രണ്ടാമത്തെ സർക്കിളിന്റെ സബ്സെറ്റ് ആവുകയുള്ളൂ. പക്ഷെ ഇവിടെ എനിക്ക് ഏത് റേഡിയസിൽ വേണമെങ്കിലും എടുക്കാം. സോ ഒരു കാര്യം ശരിയാണ് എന്ന്, മാത്തമാറ്റിക്സിൽ ഒരു കാര്യം ട്രൂ ആണ്, സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ് എന്ന് പറയണമെങ്കിൽ അത് ജനറലൈസ് ചെയ്യാൻ പറ്റണം. ഒരു കാര്യത്തിലെങ്കിലും ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റായി വന്നാൽ ആ സ്റ്റേറ്റ്മെന്റ് പൊതുവെ നമ്മൾ തെറ്റാണെന്നാണ് പറയുക. ഓക്കെ, സോ ഇങ്ങനെ എടുക്കുവാണെങ്കിൽ അത് സബ്സെറ്റ് ആവില്ല. സോ നമുക്ക് എങ്ങനെ എഴുതാം? ഇറ്റ്സ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ദ സെക്കൻഡ് സെറ്റ്. ഫസ്റ്റ് സെറ്റ് ഇസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് സെക്കൻഡ് സെറ്റ്. ഓക്കെ, ഇനി രണ്ടാമത്തെ അടുത്ത രണ്ട് സെറ്റുകൾ കാണാം. ഫസ്റ്റ് സെറ്റ് x such that x is a triangle in a plane, x such that x is a rectangle in the plane. അപ്പൊ നമ്മൾ രണ്ട് ജോമെട്രിക്കൽ ഫിഗേഴ്സിന്റെ സെറ്റുകളാണ് തരുന്നതെങ്കിൽ ഫസ്റ്റ് യു ഹാവ് ടു ചെക്ക് whether the geometrical figures are same or not. ഇവിടെ തന്നിരിക്കുന്ന ജോമെട്രിക്കൽ ഫിഗർ ട്രയാങ്കിൾ ആണ്. ഏത് ട്രയാങ്കിളും ആകാം. രണ്ടാമത് തന്നിരിക്കുന്ന ജോമെട്രിക്കൽ ഫിഗർ റെക്ടാങ്കിൾ ആണ്. ഓക്കെ, ട്രയാങ്കിൾ റെക്ടാങ്കിളിന്റെ ഭാഗം തന്നെയാണ്. ഒരു റെക്ടാങ്കിളിനെ രണ്ട് റൈറ്റ് ട്രയാങ്കിൾ ആയിട്ട് നമുക്ക് മാറ്റാം. സോ ഇവിടെ തന്നിരിക്കുന്ന ട്രയാങ്കിൾ ഇൻ എ പ്ലെയിൻ ആൻഡ് റെക്ടാങ്കിൾ ഇൻ എ പ്ലെയിൻ ഇൻ ദ സെയിം പ്ലെയിൻ എന്ന് എടുത്തു പറഞ്ഞിട്ടില്ല. ഓക്കെ, അങ്ങനെ വരുമ്പോൾ രണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള ജോമെട്രിക്കൽ ഷേപ്പുകളാണ്. 3 വേർട്ടീസസ് മാത്രമുള്ള ഫിഗറാണ് ട്രയാങ്കിൾ, മറ്റത് 4 വേർട്ടീസസ് ഉള്ള ഫിഗറാണ്. ഒരേ പ്ലെയിനിൽ റൈറ്റ് ട്രയാങ്കിൾ എന്നും എടുത്തു പറഞ്ഞിട്ടില്ല. എനി ട്രയാങ്കിൾ, ഇറ്റ് ക്യാൻ ബി എനി ട്രയാങ്കിൾ. റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ, ഒരു റെക്ടാങ്കിളിന്റെ ഒരു ഭാഗമാണ് റൈറ്റ് ട്രയാങ്കിൾ. ഇവിടെ അങ്ങനെ പറയാത്ത സ്ഥിതിക്ക് നമുക്ക് ആദ്യത്തെ ട്രയാങ്കിൾ ഇൻ എ പ്ലെയിൻ റെക്ടാങ്കിൾ ഇൻ ദ പ്ലെയിനിലെ സബ്സെറ്റ് ആണെന്ന് പറയാൻ കഴിയില്ല. സോ വി റൈറ്റ് is not a subset of the first set is not a subset of second set. Next two sets, the first set is x such that x is an equilateral triangle in a plane. Second set, x is a triangle in the same plane. So general ആയിട്ട് ഒരു ട്രയാങ്കിൾ എടുത്താൽ ആ ട്രയാങ്കിളിന്റെ ഭാഗമാണ് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിളിലെ 3 സൈഡുകളും ഈക്വൽ ആയിട്ട് വരുമ്പോഴാണ് അത് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആകുന്നത്. സോ രണ്ടും ഒരേ പ്ലെയിനിലെ രണ്ട് ട്രയാങ്കിൾസ് ആണ്, രണ്ടും ഒരേ ഫിഗേഴ്സുമാണ്. ഓക്കെ, സോ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ഈസ് ഓൾസോ എ ട്രയാങ്കിൾ. ഇവിടെ വേറെ ട്രയാങ്കിളിന്റെ പേര് തന്നിട്ടില്ല. ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ഈസ് ഓൾസോ എ ട്രയാങ്കിൾ. സോ ഇവിടെ നമുക്ക് എന്തെഴുതാം? ഇറ്റ് ഇസ് എ സബ്സെറ്റ്. ഫസ്റ്റ് സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് സെക്കൻഡ് സെറ്റ്. ഗോട്ട് ഇറ്റ്? നെക്സ്റ്റ് നോക്കുക, രണ്ട് സെറ്റ് തന്നിട്ടുണ്ട്. x such that x is an even natural number, x such that x is an integer. So first set even natural number ആണ്. നമുക്കറിയാം even natural numbers are 2, 4, 6, 8 etc. ആണ്. ഇന്റിജർ ആണ്. x is an integer എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? -2, -1, നെഗറ്റീവ് ഇൻഡിജേഴ്സ് വരും, 0 വരും, പോസിറ്റീവ് ഇൻഡിജേഴ്സ് വരും. ഈ സെറ്റിൽ ആദ്യത്തെ സെറ്റിലെ 2, 4, 6, 8 എന്ന എല്ലാ ഈവൻ നാച്ചുറൽ നമ്പേഴ്സും വരുമോ? യെസ്, 2 ഉണ്ട്, 4 ഉണ്ട്, അങ്ങനെ 6ഉം 8ഉം എല്ലാ ഈവൻ നാച്ചുറൽ നമ്പേഴ്സും വരും.
So we can write the first set is a subset of second set. Example 10, page number 10. Let A is equal to the elements A, E, I, O, U and B is equal to the set with elements A, B, C, D. Is A subset of B? Is B a subset of A? So, two questions. First question, A is A subset of B. A B യുടെ സബ്സെറ്റ് ആണോ? നമുക്ക് നോക്കാം. എ ബിയുടെ സബ്സെറ്റ് ആകണമെങ്കിൽ എയിലെ എല്ലാ എലമെന്റ്സും ബിയിൽ ഉണ്ടായിരിക്കണം. സോ എയിലെ എലമെന്റ്സ് നോക്കൂ, എ, ഇ, ഐ, ഒ, യു ആണ്. ആ 5 എലമെന്റ്സും ബിയിൽ ഉണ്ടോ? ഇല്ല. സോ വി റൈറ്റ് നോ. ഒന്നാമത്തെ ആൻസർ നോ. എ ഈസ് നോട്ട് എ subset of B. What's the reason? The reason is since every element of A is not an element of B, therefore A is not a subset of B. തിരിച്ച്, is B a subset of A? B A യുടെ സബ്സെറ്റ് ആണോ? B A യുടെ സബ്സെറ്റ് ആണെങ്കിൽ ആകണമെങ്കിൽ ബിയിലെ 4 എലിമെന്റ്സും എയിൽ ഉണ്ടായിരിക്കണം. പക്ഷെ നിങ്ങൾക്ക് കാണാം ബിയിലെ ബി, സി, ഡി എന്ന 3 എലമെന്റ്സ് എയിലില്ല. So we can write no, B is not a subset of A. Same reason ആണ്, since every element of B is not an element of A. Exercise 1.3, question number 2. Examine whether the following statements are true or false. ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ്സ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പറയണം. The first statement is set AB is not a subset of BCA. Set BCA. Is it true or false? നമ്മൾ നോക്കുക, എയും ബിയുമാണ് ഫസ്റ്റ് സെറ്റിലെ എലമെന്റ്സ്. ആ എലമെന്റ്സ് തന്നെ ബി രണ്ടാമത്തെ സെറ്റിലും ഉണ്ട്. ബിയും ഉണ്ട്, എയും ഉണ്ട്. സോ ആക്ച്വലി എ ബി എ സബ്സെറ്റ് ഓഫ് സെക്കൻഡ് സെറ്റ് ആണ്. ഫസ്റ്റ് സെറ്റ് ഇസ് എ സബ്സെറ്റ് ഓഫ് സെക്കൻഡ് സെറ്റ് ആണ്. ഇവിടെ സ്റ്റേറ്റ്മെന്റ് എഴുതിയതിൽ എന്താ? എ ബി ഇസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് സെക്കൻഡ് സെറ്റ് എന്നാണ്. സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ്. ഓക്കെ, അടുത്ത നോക്കൂ. സെക്കൻഡ് നമുക്ക് 2 സ്റ്റേറ്റ്മെന്റിൽ ആദ്യം നമുക്കൊരു സെറ്റ് തന്നിട്ടുണ്ട്. സെറ്റ് എ ഇ 2 എലമെന്റ്സ് മാത്രമുള്ള സെറ്റാണ്. ഇറ്റ്സ് എ സബ്സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ വവൽ ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്. So vowels in English alphabet are A, E, I, O, U. So അതിലെ 2 elements ആണ് ഇവിടെ ഉള്ളത്, എയും ഇയും. So the first set is a subset of second set. അത് തന്നെയാണ് ഇവിടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. So the given statement is true. Okay, next one. Set 1, 2, 3 is subset of set 1, 3, 5. Is it true? No, it's not true because 2 is not an element of second set. So first set second set inde subset ആകണമെങ്കിൽ ഫസ്റ്റ് സെറ്റിലെ എല്ലാ എലമെന്റ്സും സെക്കൻഡ് സെറ്റിൽ ഉണ്ടായിരിക്കണം. 2 എന്ന എലമെന്റ് സെക്കൻഡ് സെറ്റിൽ ഇല്ല. സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്, set A is subset of set ABC. Is it true? Yes, it is true because first സെറ്റിലെ എലമെന്റ് ആയ A സെക്കൻഡ് സെറ്റിലും ഉണ്ട്. So this statement is true. Next one, set A belongs to set ABC. ഈ 2 സിമ്പൽ മാറിപ്പോകരുത്. ഇത് വായിക്കേണ്ടത് is a subset of എന്നാണ്, ഇത് വായിക്കേണ്ടത് belongs to എന്നാണ്. സെറ്റ് A ABC എന്ന സെറ്റിൽ ഉണ്ടോ? എലമെന്റ് A ആണ് ABC എന്ന സെറ്റിലുള്ളത്, അല്ലാതെ സെറ്റ് എ അല്ല എ ബി സി എന്ന സെറ്റിലുള്ളത്. മനസ്സിലായല്ലോ? സെറ്റ് എ ഡസ് നോട്ട് ബിലോങ് ടു സെറ്റ് എ ബി സി. സെറ്റ് എ ബി സിയിൽ ഉണ്ടാവണമെങ്കിൽ ഈ രണ്ടാമത്തെ സെറ്റിൽ ഒരു എലമെന്റ് ആയിരിക്കണം സെറ്റ് എ. സോ ഇവിടെ അങ്ങനെയല്ല. സോ നമ്മൾ എഴുതും ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ്. അതിന്റെ റീസൺ നമുക്ക് എഴുതാം. ഒരു സെറ്റ് മറ്റൊരു സെറ്റിന്റെ സബ്സെറ്റ് ആണ് ആവും. ഓക്കെ, ഒരു സെറ്റ് മറ്റൊരു സെറ്റിൽ കണ്ടെയ്ൻ ചെയ്യുന്നതല്ല. ഇവിടെ സെറ്റ് എ എന്ന് പറയുന്നത് ഈ സെറ്റിൽ ഒരു എലമെന്റ് ആണ്. ഓക്കെ, സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ്. അടുത്ത് നോക്കാം.
X such that X is an even natural number less than 6 is a subset of X such that X is a natural number which divides 36. നമുക്ക് എളുപ്പത്തിൽ ഇത് സബ്സെറ്റ് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ സെറ്റ് ബിൽഡ് ഫോമിൽ തന്നിരിക്കുന്നതിനെ റോസ്റ്റർ ഫോമിലേക്ക് മാറ്റിയാൽ മതി. So the first set can be written in roster form as X is an even natural number less than 6. So what are the elements in that set? 2 and 4. Less than 6 ആണ്. 6ന് താഴെയുള്ള ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് 2ഉം 4ഉം മാത്രമാണ്. ഈ സബ്സെറ്റ് ഓഫ് ആ സെയിം സ്റ്റേറ്റ്മെന്റിന്റെ റോസ്റ്റർ ഫോമിലേക്ക് എഴുതാണ്. X is a natural number which divides 36. 36നെ ഡിവൈഡ് ചെയ്യുന്ന നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1 36നെ ഡിവൈഡ് ചെയ്യും, 2 36നെ ഡിവൈഡ് ചെയ്യും, 3 36നെ ഡിവൈഡ് ചെയ്യും, 4 36നെ ഡിവൈഡ് ചെയ്യും, പിന്നെയോ 6 36നെ ഡിവൈഡ് ചെയ്യും. ദെൻ നമുക്ക് 9 ആണ് 36നെ ഡിവൈഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ 12 ആണ് വരിക, അത് കഴിഞ്ഞാൽ 18 ആണ് വരിക, അത് കഴിഞ്ഞാൽ 36 തന്നെയാണ് വരിക. Now you check whether the statement is true. The first set contains only 2 elements 2 and 4. That 2 elements are there in second set also. 2 ഉണ്ട് 4 ഉണ്ട്. So this statement is true. Exercise 1.3 question number 3. Let A is equal to set 1, 2, set 3, 4, 5. സോ ഇവിടെ നമ്മൾ ഇതിനു മുമ്പ് കണ്ട സെറ്റുകളിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് തോന്നാം നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്ന സെറ്റ് എ. ഈ സെറ്റ് എയിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 4 എലമെന്റ്സ് ആണ് ഉള്ളത്. ആദ്യത്തെ എലമെന്റ് 1, രണ്ടാമത്തെ എലമെന്റ് 2, മൂന്നാമത്തെ എലമെന്റ് ഒരു സെറ്റ് തന്നെ മൂന്നാമത്തെ എലമെന്റ് ആണ്. 3, 4 എന്ന എലമെന്റ്സ് ഉള്ള ഒരു സെറ്റ് മൂന്നാമത്തെ എലമെന്റ് ആണ്. ഓക്കെ, നാലാമത്തെ എലമെന്റ് ആണ് ഇവിടെ 5. അത് മനസ്സിലാക്കണം. ഒരു സെറ്റിനകത്തുള്ള എ എന്ന സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 4 എലമെന്റ്സ് ആണുള്ളത്. 1ഉം 2ഉം സെറ്റ് 3ഉം 4ഉം 5ഉം. ഓക്കെ, ഒരു സെറ്റ് തന്നെ ഈ സെറ്റിലെ എലമെന്റ് ആണ്. ഓക്കെ, ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഇൻകറക്റ്റ് ആൻഡ് വൈ? ഏതൊക്കെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ്, ഏതൊക്കെയാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ റീസൺ എന്താണെന്ന് പറയണം. സോ ദ ഫസ്റ്റ് വൺ നോക്കാം. സെറ്റ് 3, 4 സബ്സെറ്റ് ഓഫ് എ. കറക്റ്റ് ആണോ? സെറ്റ് 3, 4 സബ്സെറ്റ് ഓഫ് എ ആണോ? സെറ്റ് 3, 4 എയുടെ സബ്സെറ്റ് ആകണമെങ്കിൽ ഈ സെറ്റിലെ 2 എലമെന്റ്സ് ആയ 3ഉം 4ഉം എ എന്ന സെറ്റിൽ ഉണ്ടായിരിക്കണം. 3 എന്ന് പറയുന്നത് ഈ സെറ്റിലെ എലമെന്റ് ആണോ? അല്ല. 4 എന്ന് പറയുന്ന ഈ സെറ്റിലെ എലമെന്റ് ആണോ? അല്ല. ഈ സെറ്റിലുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ്? 1ഉം 2ഉം സെറ്റ് 3, 4 പിന്നെ 5. അതായത് 3 എന്ന എലമെന്റ് ഈ സെറ്റിലില്ല, 4 എന്ന എലമെന്റും ഈ സെറ്റിലില്ല. So set 3, 4 is not a subset of A. So this statement is incorrect. Reason എന്താണ്? Since 3 does not belong to A, 4 does not belong to A. Therefore, the set 3, 4 is not a subset of A. അപ്പോൾ നമ്മൾ ഇതിനെ എങ്ങനെയാ പറയാ? സെറ്റ് 3, 4 സബ്സെറ്റ് അല്ലെങ്കിൽ 3, 4 എന്താണ്? 3, 4 അതിലൊരു എലമെന്റ് ആണ്. എലമെന്റ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതുക? ബിലോങ്സ് ടു എന്ന സിമ്പിൾ ആണ്. സെറ്റ് 3, 4 ബിലോങ്സ് ടു എ. കറക്റ്റ് മനസ്സിലാക്കണം അത്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്ക്. സെറ്റ് 3, 4 ബിലോങ്സ് ടു എ. ഒരു സെറ്റ് എയിൽ ഉണ്ടോ എന്ന് പറയണമെങ്കിൽ ആ സെറ്റ് എയിലെ എലമെന്റ് ആയിരിക്കണം. നോക്കൂ, എയിലെ ഒരു എലമെന്റ് ആണോ സെറ്റ് 3, 4? യെസ്. സെറ്റ് 3, 4 എന്ന് പറയുന്നത് എയിലെ ഒരു എലമെന്റ് ആണ്. സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. ഓക്കെ, അടുത്ത മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് വരാം. സെറ്റ് ഓഫ് സെറ്റ് 3, 4 സബ്സെറ്റ് ഓഫ് എ. ഒരു സെറ്റാണ്. ആ സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? ഒരു എലമെന്റേ ഉള്ളൂ. ആ എലമെന്റ് ഏതാണ്? ഒരു സെറ്റ് 3, 4 ആണ്. മനസ്സിലാവുന്നുണ്ടോ? ദിസ് ഇസ് എ സെറ്റ് ഓഫ് എ സെറ്റ് 3, 4. Is it a subset of A? ഈ ഒരു സെറ്റിൻ ഈ എയുടെ സബ്സെറ്റ് ആവണമെങ്കിൽ ഈ സെറ്റിലെ എലമെന്റ് ആയ സെറ്റ് 3, 4 എയിൽ ഉണ്ടായിരിക്കണം. ഉണ്ടല്ലോ. സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. 1-2 തവണ ഈ വീഡിയോ ഒന്നുകൂടെ വാച്ച് ചെയ്യണം. എന്നിട്ട് ഈ 3 തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കണം. ഓക്കെ, അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് പോകാം. 1 belongs to A. Is it true? Is it correct statement?
1 belongs to A means what? 1 is an element of A. Yes, 1 is an element of A. The statement is correct. Next, 1 is subset of A. No, the statement is incorrect. 1 is an element. 1 is not a set. ഒരു സെറ്റാണ് മറ്റൊരു സെറ്റിന്റെ സബ്സെറ്റ് ആവുകയുള്ളൂ. ഒരു എലമെന്റ് ഒരു സെറ്റിന്റെ സബ്സെറ്റ് ആവില്ല. 1 ഒരു എലമെന്റ് മാത്രമാണ്. 1 is not a set. Okay, so 1 is a subset of A എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് incorrect ആണ്. So what do you write the reason? Since 1 is only an element and not a set. Okay, അടുത്ത നോക്കൂ. Set 1 to 5 is a subset of A. സിമ്പിൾ മാറിപ്പോവരുത്, കറക്റ്റ് അതുപോലെ തന്നെ വായിക്കണം. സോ ഒരു സെറ്റ് ഫസ്റ്റ് തന്നിരിക്കുന്ന ഒരു സെറ്റാണ്. ആ സെറ്റ് എ എന്ന സെറ്റിന്റെ സബ്സെറ്റ് ആകണമെങ്കിൽ ഫസ്റ്റ് സെറ്റിലെ എലമെന്റ്സ് 3 എലമെന്റ്സ് ആണുള്ളത്. ആ 3 എലമെന്റ്സും എയിൽ ഉണ്ടായിരിക്കണം. നോക്കൂ, 1ഉം 2ഉം 5ഉം എയിലുണ്ട്. സോ ദ ഫസ്റ്റ് സെറ്റ് ഈസ് സബ്സെറ്റ് ഓഫ് എ. ദ സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. ഓക്കെ, അടുത്തതിലേക്ക് നോക്കാം. സെറ്റ് 1 to 5 ബിലോങ്സ് ടു എ. ഈ ഒരു സെറ്റ് എയിലെ എലമെന്റ് ആണോ? അല്ല. ഈ ഒരു സെറ്റ് മൊത്തത്തിൽ സെറ്റ് എയിലെ എലമെന്റ് അല്ല. ഈ സെറ്റിലല്ല, ഓരോ എലമെന്റ്സ് ഈ സെറ്റിലെ എലമെന്റ്സ് ആണ്, എയിലെ എലമെന്റ്സ് ആണ്. പക്ഷെ ഈ ഒരു സെറ്റ് എന്ന് പറഞ്ഞ ഒരു കൂട്ടം എയിലെ എലമെന്റ് അല്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? സോ ദിസ് ഇസ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. എന്താ നമ്മൾ റീസൺ എഴുതാം? 1 to 5 does not, the set 1 to 5 does not belong to A എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അടുത്ത് നോക്കൂ. സെറ്റ് 1 to 3 സബ്സെറ്റ് ഓഫ് എ. ഒരു സെറ്റ് രണ്ടാമത്തെ സെറ്റിന്റെ സബ്സെറ്റ് ആവണമെങ്കിൽ ഈ സെറ്റിലെ 3 എലമെന്റ്സും എ എന്ന സെറ്റിൽ ഉണ്ടായിരിക്കണം. നോക്കൂ, 1 എലമെന്റ് ഉണ്ട്, 2 ഉണ്ട്, 3 എന്ന് പറഞ്ഞ എലമെന്റ് ഈ സെറ്റിലില്ല. ഈ സെറ്റ് നോക്കുകയാണെങ്കിൽ ആ ഒരു സെറ്റിനകത്തുള്ള ഒരു എലമെന്റ് ആണ് 3. അതായത് എ എന്ന് പറഞ്ഞ സെറ്റിലെ എലമെന്റ് അല്ല 3. ഓക്കെ, സോ ഇവിടെ നമുക്ക് എഴുതാം 3 does not belong to A. Therefore, this statement is incorrect. അടുത്തത് 5 belongs to A. 5 empty set ആണ്. empty set A എന്ന സെറ്റിലുണ്ടോ? empty set A എന്ന സെറ്റിലെ എലമെന്റ് ആണോ നോക്കാം. അല്ല, empty set A എന്ന സെറ്റിലെ എലമെന്റ് അല്ല. ഒരു എലമെന്റ് ആയിട്ട് empty സെറ്റ് വരുന്നില്ല. So this statement is incorrect. Reason, 5 is not an element of A. Okay. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം. 5 is subset of A. Is it true? Yes, this statement is correct because empty set is subset of every set. So ഒരു empty set ഒരു സെറ്റ് ആണ്. ആ സെറ്റ് എയുടെ സബ്സെറ്റുമാണ്. So this statement is correct. അടുത്ത നോക്കാം. മിക്ക കുട്ടികളും തെറ്റ് വരുത്തുന്നതാണ് ഇവിടെ. സെറ്റ് 5 is subset of A. സെറ്റ് 5 സബ്സെറ്റ് ഓഫ് എ ആകണമെങ്കിൽ ആദ്യത്തെ സെറ്റിൽ ഒരു എലമെന്റ് ഉണ്ട്. ആ എലമെന്റ് ഏതാണ്? 5 എന്ന സെറ്റ് തന്നെയാണ്. ഒരു സെറ്റ് തന്നെ വേറൊരു സെറ്റിന്റെ എലമെന്റ് ആയിട്ട് വരാം. നേരത്തെ നമ്മൾ എഴുതിയല്ലോ, എ എന്ന സെറ്റ് തന്നത് തന്നെ എന്താണ്? 1 2, പിന്നെ ഒരു സെറ്റാണ് എലമെന്റ് ആയിട്ട് തന്നത്. ഈ സെറ്റിനകത്ത് 4 എലമെന്റ്സ് ആണുള്ളത്. അതിൽ ഒരു എലമെന്റ് സെറ്റ് തന്നെയാണ്, വേറൊരു സെറ്റാണ്. ഓക്കെ, അപ്പൊ 5 എന്ന് പറയുന്നത് ഒരു സെറ്റിലെ എലമെന്റ് ആകാം. എന്നാൽ നമുക്ക് തന്നിരിക്കുന്ന എ എന്ന സെറ്റിൽ 5 എലമെന്റ് അല്ല. സോ 5 ഈസ് നോട്ട് ആൻ എലമെന്റ് ഓഫ് സെറ്റ് എ. Therefore, set 5 is not subset of A. Okay, so this statement is incorrect. ഇവിടെ ശ്രദ്ധിക്കുക, 5 എന്ന് മാത്രം എഴുതിയാലാണ് അത് empty set ആവുകയുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ 2 ബ്രേസസ് മാത്രം എഴുതിയാലും അത് empty set തന്നെയാണ് അർത്ഥമാക്കുന്നത്. പക്ഷേ ഇങ്ങനെ ബ്രേസസ് ഇട്ടിട്ട് 0 ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് empty set അല്ല. കാരണം ആ സെറ്റിനകത്ത് ഒരു എലമെന്റ് ഉണ്ട്, അത് 0 എന്ന എലമെന്റ് ആണ്. ഇങ്ങനെ ബ്രേസസിനുള്ളിൽ 5 ഇട്ടിട്ടുണ്ടെങ്കിൽ അത് empty set അല്ല. ഈ സെറ്റിനകത്ത് ഒരു എലമെന്റ് ഉണ്ട്, അത് 5 എന്ന സെറ്റാണ് ഇതിലെ എലമെന്റ്. അപ്പൊ നന്നായിട്ട് മനസ്സിലാക്കണം. ഇത് ഇനിയും കൺഫ്യൂഷൻ ഉള്ളവർ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത കൺഫ്യൂഷൻ വന്ന ഈ സബ്സെറ്റ് ആണെന്നുള്ളതും എലമെന്റ് ആണെന്നുള്ളതും ഒന്നും കൂടെ മനസ്സിലാക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, എക്സാമ്പിൾ 11, പേജ് നമ്പർ 10.
let A, B and C be three sets. If A belongs to B and B is subset of C, is it true that A is subset of C? If not, give one example. Okay? അപ്പോൾ ഇവിടെ മൂന്ന് സെറ്റ് തന്നിട്ടുണ്ട്. എയും ബിയും സിയും മൂന്ന് സെറ്റുകളാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നുണ്ട് എ എന്ന് പറഞ്ഞ സെറ്റ് ബിയിലെ ഒരു എലമെന്റ് ആണ്. എ ബിലോങ്സ് ടു ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഈസ് ആൻ എലമെന്റ് ഓഫ് ബി ആണ്. സോ അങ്ങനെയാകുമ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. എ എന്ന് പറയുന്ന സെറ്റ് ബിയിലെ എലമെന്റ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ എയിൽ ഒരു എലമെന്റ് മാത്രം എടുക്കുന്നു, 1. ബിയിൽ ഞാൻ എലമെന്റ്സിൽ ഒരു എലമെന്റ് എ എന്ന സെറ്റ് തന്നെയായിരിക്കും. വേറെ രണ്ടാമത്തെ എലമെന്റ് എന്തോ ആവും, ഞാൻ 2 എടുക്കുന്നു. ബി ഈസ് സബ്സെറ്റ് ഓഫ് സി ആണ് എന്ന് പറഞ്ഞാൽ ബിയിലെ എല്ലാ എലമെന്റ്സും സിയിലുണ്ട്. അതായത് സെറ്റ് 1 എന്ന് പറഞ്ഞ ഒരു എലമെന്റ്, 2 എന്ന് പറഞ്ഞ വേറൊരു എലമെന്റ്, 3 എന്ന് പറഞ്ഞ വേറൊരു എലമെന്റും കൂടെ ഞാൻ ആഡ് ചെയ്തു. സോ വാട്ട് യു സീ ഹിയർ? എ ബിലോങ്സ് ടു ബി. എ എന്ന് പറഞ്ഞ സെറ്റ് ബിയിനകത്തുണ്ട്. കാരണം ഈ സെറ്റ് 1ന് പകരം എനിക്ക് എന്തെഴുതാം? എ എന്ന് എഴുതിക്കൂടെ? സോ എ എവിടെ ഉണ്ട്? ബിയിലുണ്ട്. സോ എ ബിലോങ്സ് ടു ബി ആണ്. ആൻഡ് ബിയിലെ 2 എലമെന്റ്സ് ആണുള്ളത്. ആ 2 എലമെന്റ്സും സിയിലും ഉണ്ട്. സോ ബി ഈസ് സബ്സെറ്റ് ഓഫ് സി ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യണം എ സബ്സെറ്റ് ഓഫ് സി ആണോ എന്ന്. ചെക്ക് വെദർ എ ഈസ് സബ്സെറ്റ് ഓഫ് സി. എ സബ്സെറ്റ് ഓഫ് സി ആണെങ്കിൽ എയിലെ എലമെന്റ്, ശ്രദ്ധിക്കുക, എയിലെ എലമെന്റ് സിയിൽ ഉണ്ടായിരിക്കണം. എയിലെ എലമെന്റ് ഏതാണ്? 1 ആണ്. 1 എന്ന എലമെന്റ് സിയിലുണ്ടോ? ഇല്ല. 1 എന്ന എലമെന്റ് സിയിലില്ല. സെറ്റ് 1 ആണുള്ളത്. അത് രണ്ടും 2 ആണ്. ഓക്കെ, എയിലെ എലമെന്റ് 1 ആണ്, സിയില് 1 എന്ന എലമെന്റ് ഇല്ല. സോ എ ഈസ് നോട്ട് സബ്സെറ്റ് ഓഫ് സി. റീസൺ എന്താ എഴുതാ? 1 ബിലോങ്സ് ടു എ ബട്ട് 1 does not belong to C. Clear ആയല്ലോ? Miscellaneous exercise question number 1. Decide among the following sets which sets are subsets of one and another. ഇവിടെ 4 സെറ്റുകൾ തന്നിട്ടുണ്ട്. The first set is A. A is equal to x such that x belongs to R and x satisfy the equation, quadratic equation, second degree equation, x square minus 8x plus 12 equal to 0. Second set B is in roster form. The elements are 2, 4, 6. Third set C is again in roster form. The elements are 2, 4, 6, 8 etc. Infinite set ആണ്. Set D ഒരു singleton set ആണ്. ഒരു element ഉള്ളൂ, 6. സോ നമുക്ക് ഈ തന്നിരിക്കുന്ന 4 സെറ്റുകളിൽ ഏതൊക്കെയാണ് മറ്റേതിന്റെ സബ്സെറ്റുകൾ എന്ന് പറയണം. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഫസ്റ്റ് സെറ്റ് സെറ്റ് ബിൽഡർ ഫോമിലാണ് തന്നിരിക്കുന്നത്. അതിനെ റോസ്റ്റർ ഫോമിൽ ആദ്യം എഴുതാം. ഓക്കെ, സോ എ വി ഹാവ് സെറ്റ് എ. സെറ്റ് എനെ റോസ്റ്റർ ഫോമിൽ എങ്ങനെ എഴുതും? ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിന്റെ വാല്യൂസ് റിയൽ നമ്പേഴ്സ് ആയിട്ടുള്ള വാല്യൂസ് ആണ് എ എന്ന് പറഞ്ഞ സെറ്റിലെ മെമ്പേഴ്സ് ആയിട്ട് വരും. സോ ഇങ്ങനെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നാൽ അതിന്റെ സൊല്യൂഷൻ എക്സ് ഏതൊക്കെയാന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? സമ്മ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് -8 പ്രൊഡക്റ്റ് 12. 12ന്റെ ഫാക്ടേഴ്സ് നോക്കാം. 12ന്റെ ഫാക്ടേഴ്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, അതിനെ കൂട്ടിയാലോ കുറച്ചാലോ 8 കിട്ടുന്ന രീതിയിൽ വേണം എടുക്കാൻ. ഇഫ് യു ടേക്ക് 1 and 12, അതിനെ കൂട്ടിയാലോ കുറച്ചാലോ 8 കിട്ടില്ല. സോ 1 and 12 എടുക്കാൻ പാടില്ല. ഇഫ് യു ടേക്ക് 3 and 4, 3ഉം 4ഉം കൂട്ടിയാലോ കുറച്ചാലോ 8 കിട്ടില്ല. സോ 3ഉം 4ഉം എടുക്കാൻ പാടില്ല. പിന്നെ ഉള്ളത് ഏതൊക്കെയാണ്? 2ഉം 6ഉം. 2ഉം 6ഉം എടുത്താൽ കൂട്ടിയാൽ 8 കിട്ടാം. അതിനെ കണക്ട് ചെയ്യും. സോ നമുക്കിവിടെ ഫിക്സ് ചെയ്യാം. 2 നമ്പേഴ്സ് വരുന്നത് 2ഉം 6ഉം ആയിരിക്കും. ഇനി പ്രൊഡക്റ്റ് നോക്കാം. പ്രൊഡക്റ്റ് പോസിറ്റീവ് ആണ് സൈൻ. പോസിറ്റീവ് ആവണമെങ്കിൽ രണ്ടും ഒരേ ചിഹ്നമായിരിക്കണം. ഒന്നുകിൽ ഈ 2 നമ്പേഴ്സും പോസിറ്റീവ് ആയിരിക്കണം, അല്ലെങ്കിൽ 2 നമ്പേഴ്സും നെഗറ്റീവ് ആയിരിക്കണം. സോ ഇഫ് യു ടേക്ക് പോസിറ്റീവ് നമ്പേഴ്സ് 2 and 6, 2 into 6 is 12, but 2 plus 6 is not -8. So എന്ത് ചെയ്യാം? രണ്ടും നെഗറ്റീവ് ആക്കുക. സോ യു ചെക്ക് -2 into -6 is +12, -2 plus -6 is -8. So the two numbers satisfying this equation are -2 and -6.
അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സൊല്യൂഷൻ എക്സിന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് സൈൻ എടുക്കുക. സോ ഈ സെറ്റിനകത്ത് -2 ആണെങ്കിൽ ഏതാ എലമെന്റ് വരിക? 2. -6 ആണെങ്കിൽ ഏതാ എലമെന്റ് വരിക? 6. 2, 6 എന്ന സെറ്റാണ് എ, എന്ന എലമെന്റ്സ് ഉള്ള സെറ്റാണ് എ. ബി നമുക്ക് തന്നിട്ടുണ്ട് 2, 4, 6. സി തന്നിട്ടുണ്ട് 2, 4, 6, 8 എക്സെട്ര. ഡി തന്നിട്ടുണ്ട് 6. നമ്മൾ ഫസ്റ്റ് സെറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. എ 2, 6 ആണ്. എ എന്ന് പറഞ്ഞ സെറ്റ് ബിയുടെ സബ്സെറ്റ് ആണോ? യെസ്. കാരണം എയിലുള്ള രണ്ട് എലമെന്റ്സും ബിയിലും ഉണ്ട്. സോ നമുക്ക് എഴുതാം എ ഈസ് സബ്സെറ്റ് ഓഫ് ബി. കഴിഞ്ഞില്ല, ഇനി നോക്കാം. എ 2, 6 ആണ്. അത് സിന്റെ സബ്സെറ്റ് ആണോ നോക്കാം. എയിലെ രണ്ട് എലമെന്റ്സ് ആയ 2ഉം 6ഉം സിയിലും ഉണ്ട്. 2ഉം 6ഉം ഉണ്ട്. സോ എ ഈസ് സബ്സെറ്റ് ഓഫ് സി ഓൾസോ. ഇനി എ ഡിയുടെ സബ്സെറ്റ് ആണോ? അല്ല. എയിലുള്ള 2 എന്ന എലമെന്റ് ഡിയിലില്ല. സോ എ ഈസ് നോട്ട് സബ്സെറ്റ് ഓഫ് ഡി. അപ്പൊ നമുക്ക് എയുടെ കഴിഞ്ഞു. ഇനി അടുത്ത ബിയിലേക്ക് പോകും. ബി എയുടെ സബ്സെറ്റ് ആണോ? അല്ല. കാരണം ബിയിലുള്ള 4 എന്ന എലമെന്റ് എയിലില്ല. സോ ബി ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് എ. ഇനി ബി സിയുടെ സബ്സെറ്റ് ആണോ നോക്കൂ. യെസ്, ബി ഈസ് സബ്സെറ്റ് ഓഫ് സി ബിക്കോസ് ദ എലമെന്റ്സ് 2, 4, 6 ഇൻ ബി ആർ ഓൾസോ ദ എലമെന്റ്സ് ഓഫ് സി. 2ഉം 4ഉം 6ഉം സിയിലും ഉണ്ട്. സോ നമുക്ക് എഴുതാം ബി ഈസ് സബ്സെറ്റ് ഓഫ് സി. ബി ഡിയുടെ സബ്സെറ്റ് ആണോ? അല്ല. കാരണം ഡിയിലുള്ള 2ഉം 4ഉം ഡിയിലില്ല. സോ ബി ഡിയുടെ സബ്സെറ്റ് അല്ല. ഓക്കെ, ഇനി ഇവിടെ പോവാം. സി ഫിക്സ് ചെയ്യാം. സി എന്ന് പറയുന്നത് ഒരു ഇൻഫൈനൈറ്റ് സെറ്റാണ്. മറ്റത് 3ഉം ഫൈനൈറ്റ് സെറ്റുകളാണ്. സോ ഒരിക്കലും സി മറ്റു 3എണ്ണത്തിന്റെ സബ്സെറ്റ് ആവില്ല. ഓക്കെ, ഒരു സെറ്റ് മറ്റൊന്നിന്റെ സബ്സെറ്റ് ആവണമെങ്കിൽ സൂപ്പർ സെറ്റിനേക്കാളും കുറവ് എലമെന്റ്സ് അല്ലെങ്കിൽ അതേ എലമെന്റ്സ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഡി നോക്കുക. ഡിയിൽ ഒരു എലമെന്റേ ഉള്ളൂ 6. അത് എയിലും ഉണ്ട്, ബിയിലും ഉണ്ട്, സിയിലും ഉണ്ട്. സോ ഡി എന്ന് പറഞ്ഞ സെറ്റ് എയുടെ സബ്സെറ്റ് ആണ്, ബിയുടെ സബ്സെറ്റ് ആണ്, അതേപോലെ സിയുടെ സബ്സെറ്റും ആണ്. സോ ഇവിടെ നമുക്ക് കിട്ടിയത് സബ്സെറ്റുകൾ എ ഈസ് സബ്സെറ്റ് ഓഫ് ബി, എ ഈസ് സബ്സെറ്റ് ഓഫ് സി, ബി ഈസ് സബ്സെറ്റ് ഓഫ് സി, ഡി ഈസ് സബ്സെറ്റ് ഓഫ് എ, ഡി ഈസ് സബ്സെറ്റ് ഓഫ് ബി ആൻഡ് ഡി ഈസ് സബ്സെറ്റ് ഓഫ് സി. Miscellaneous exercise question number 2. In each of the following, determine whether the statement is true or false. If it is true, prove it. If it is false, give an example. എപ്പോഴും നമ്മൾ മാത്തമാറ്റിക്സിൽ അങ്ങനെയാണ്. ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെങ്കിൽ അത് ജനറൽ ആയിട്ട് പ്രൂവ് ചെയ്യും. ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണെങ്കിൽ ഒരു എക്സാമ്പിൾ കാണിച്ചു കൊടുക്കും. ഈ എക്സാമ്പിളിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് കാണിച്ചു കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. If x belongs to A and A belongs to B, then x belongs to B. ഇങ്ങനെ വരികയാണെങ്കിൽ എക്സ് എന്ന് പറഞ്ഞ എലമെന്റ് എയിലുണ്ട്, എ തന്നെ ബി എന്ന സെറ്റിലെ എലമെന്റ് ആണ്, ബിലോങ്സ് ടു ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സ് ബിയിലും ഉണ്ടാവും. നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. എ എന്ന് പറഞ്ഞൊരു സെറ്റ് നമുക്ക് എടുക്കാം. അതിൽ ഒരു എലമെന്റ് എക്സ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, ഒരു എലമെന്റ് എക്സ് ആണ്. എക്സ് എടുക്കണം നിർബന്ധമില്ല. എക്സ് ഇവിടെ ഒരു വേരിയബിൾ ആയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ് എടുക്കാം. ഞാനതിൽ ഒരു എലമെന്റ് കൂടെ എടുക്കുന്നു, എക്സും വൈയും എടുക്കുന്നു. സോ നിങ്ങൾക്ക് കാണാം ഫസ്റ്റിലെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. എക്സ് ബിലോങ്സ് ടു എ, എക്സ് ഈസ് ആൻ എലമെന്റ് ഓഫ് എ ആണ്. അടുത്തത് ഈ എ എന്ന് പറഞ്ഞ സെറ്റ് തന്നെ ബി എന്ന സെറ്റിലെ എലമെന്റ് ആണ്. എ ബിലോങ്സ് ടു ബി എന്ന് പറഞ്ഞാൽ ബി എങ്ങനെ എടുക്കണം? ബിയിലെ ഒരു എലമെന്റ് എന്തായിരിക്കണം? എ ആയിരിക്കണം. പിന്നെ ഞാൻ വേറെ 2 എലമെന്റ്സും കൂടെ എഴുതുകയാണ്. ഡബ്ല്യു എഴുതുന്നു, സെഡും എഴുതുന്നു. എന്ന് പറഞ്ഞാൽ ബി എന്ന് പറഞ്ഞ എന്താണ്? എ. എന്ന് പറഞ്ഞ സെറ്റാണ്. ബാക്കി രണ്ടും ഞാൻ സ്മോൾ ലെറ്റേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. എ എന്ന് പറഞ്ഞ സെറ്റിലെ എലമെന്റ്സ് ഏതൊക്കെയാണ്? അപ്പൊ എക്ക് പകരം എനിക്ക് സെറ്റ് ഫുൾ എഴുതാം. എക്സ്, വൈ, പിന്നെ 2 എലമെന്റ്സ് ഉള്ള ഡബ്ല്യു സെറ്റ്. സോ പറഞ്ഞേ ബിയിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? ബിയിൽ ടോട്ടൽ 3 എലമെന്റ്സ് ഉള്ളു. ഒന്ന് ഈ എലമെന്റ്, രണ്ടാമത്തേത്, മൂന്നാമത്തേത്. അതായത് ഒരു സെറ്റ് തന്നെ ബിയിലെ എലമെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറഞ്ഞ എലമെന്റ് ബിയിലുണ്ടോ? എക്സ് എന്ന് പറഞ്ഞ എലമെന്റ് ബിയിലില്ല. എക്സ് വൈ എക്സ് എലമെന്റ് ആയിട്ടുള്ള ഒരു സെറ്റാണ് ബിയിലുള്ളത്.
So you can see that x does not belong to b. So നമ്മൾ എന്താ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കിയപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ട് കണ്ടു. So we can write this statement is false. So എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ മതി. എക്സാമ്പിൾ എക്സിന് പകരം നിങ്ങൾക്ക് എക്സും വൈയും എന്നല്ലാണ്ട് 1 ഉം 2 ഒക്കെ എടുത്ത് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് a is equal to xy, b is equal to xy, w, z. So x does not belong to b. Okay. Now the second statement, if a is subset of b and b belongs to c, then a belongs to c. So we have to check whether the statement is true or false. Okay. അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കിട്ടി, അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഏതെങ്കിലും ആർബിട്രറി എക്സാമ്പിൾസ് എടുത്തിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ അത് 1-2 എക്സാമ്പിൾസ് ഒക്കെ എടുക്കുമ്പോൾ കറക്റ്റായിട്ട് വരികയാണെങ്കിൽ ജനറലായിട്ട് പ്രൂവ് ചെയ്യാം. അല്ല എങ്കിൽ ഫസ്റ്റ് എക്സാമ്പിൾ എടുക്കുമ്പോൾ തന്നെ അത് തെറ്റായിട്ടാണ് വരുന്നതെങ്കിൽ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഫോൾസ് എന്ന് പറഞ്ഞ് എഴുതാം. ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ തന്നെ എടുക്കാം. എ ബി സി അങ്ങനെ 3 സെറ്റുകളാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, എ ബി സി. സോ ഇവിടെ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്, എ സബ്സെറ്റ് ഓഫ് ബി ആണ്. സോ എ നമുക്ക് ഇഷ്ടമുള്ള ഒരു എലമെന്റ് എടുക്കാം. ഞാൻ ഒരു എലമെന്റ് മാത്രമായിട്ട് എ എടുക്കുന്നു. ഓക്കെ, ബി എന്ന് പറയുന്നത് എ ഈസ് സബ്സെറ്റ് ഓഫ് ബി ആണ്. സോ എയിലുള്ള എലമെന്റ് 1 ബിയിൽ എന്തായാലും ഉണ്ടായിരിക്കും. സോ ഞാൻ ബിയിലെ എലമെന്റ്സ് 1, 2 എടുത്തു. ഓക്കെ, ഇനി സി എഴുതുമ്പോൾ സിയുമായിട്ട് കണക്ട് ചെയ്ത റിലേഷൻ നോക്കണം. ബി ബിലോങ്സ് ടു സി. ബി എന്ന് പറഞ്ഞ കംപ്ലീറ്റ് സെറ്റ് സിയിലെ ഒരു എലമെന്റ് ആണ്. സോ ഈ സിയിലെ എലമെന്റ്സ് എഴുതുമ്പോൾ ബി എന്ന സെറ്റ് എഴുതണം. ഓക്കെ, സോ ബി കോമ വേറെ 2-3 എലമെന്റ്സ് വേണമെങ്കിൽ നമുക്ക് ജോയിൻ ചെയ്യാം. ഞാനിവിടെ 3 ജോയിൻ ചെയ്യുന്നു. ദാറ്റ് മീൻസ് സി എന്ന് പറഞ്ഞ സെറ്റ് ബി ഒരു സെറ്റ് തന്നെ, അതിലെ എലമെന്റ് ആണ്. പിന്നെ വേറൊരു എലമെന്റ് 3 ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു നമ്മൾ ഇങ്ങനെ ഒരു എക്സാമ്പിൾ എടുത്തപ്പോൾ വി ക്യാൻ സീ ദാറ്റ് എ സബ്സെറ്റ് ഓഫ് ബി. എയിലെ എലമെന്റ് ബിയിലെയും എലമെന്റ് ആണ്. സോ എ ഈസ് സബ്സെറ്റ് ഓഫ് ബി. പിന്നെ നമുക്ക് കാണാം സി എന്ന് പറഞ്ഞ സെറ്റില് ബി ഒരു എലമെന്റ് ആണ്. ബി ബിലോങ്സ് ടു സി ആണ്. സോ വി ക്യാൻ റൈറ്റ് ബി ബിലോങ്സ് ടു സി. അങ്ങനെയാണെങ്കിൽ യു ചെക്ക് വെദർ എ ബിലോങ്സ് ടു സി. എ എന്ന് പറഞ്ഞ സെറ്റ് സിയിലാത്തുണ്ടോ? എ എന്ന് പറഞ്ഞ സെറ്റ് എന്ന് പറഞ്ഞാൽ സിംഗിൾട്ടൺ സെറ്റ് 1 ആണ്. സിംഗിൾട്ടൺ സെറ്റ് 1 സി എന്ന സെറ്റിലുണ്ടോ നോക്കൂ, ഇല്ല. സോ വി ക്യാൻ റൈറ്റ് എ ബട്ട് എ ഡസ് നോട്ട് ബിലോങ്സ് ടു സി. സോ ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നമ്മൾ എക്കും ബിക്കും സിക്കും ഈ എക്സാമ്പിൾസ് എടുക്കുമ്പോൾ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് കിട്ടി. സോ വി ക്യാൻ റൈറ്റ് ദാറ്റ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ഈസ് ഫാൾസ്. The given statement is false. So reason ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ നമുക്ക് എഴുതാം let a is equal to this, b is equal to this, c is equal to this. So we can show that a is subset of b, b belongs to c, but a does not belong to c. Third statement, if a is subset of b and b is subset of c, then a is subset of c. We have already proved this result. എന്നാലും നമുക്ക് ഈ ക്വസ്റ്റ്യനകത്ത് ഇതൊന്നും കൂടെ പ്രൂവ് ചെയ്യാം. 3 സെറ്റുകളാണുള്ളത്, എയും ബിയും സിയും. എ സബ്സെറ്റ് ഓഫ് ബി ആണ്. സോ എയിലെ എലമെന്റ് നമുക്ക് 1 മാത്രം എടുക്കാം. എ ബിയുടെ സബ്സെറ്റ് ആയതുകൊണ്ട് എയിലെ എലമെന്റ് ആയ 1 ബിയിലും ഉണ്ടായിരിക്കും. സോ വി ക്യാൻ റൈറ്റ് 1, 2. തന്നിട്ടുണ്ട് ബി സബ്സെറ്റ് ഓഫ് സി ആണെന്ന്. സോ സിയിലെ എലമെന്റ്സിൽ ബിയിലെ എലമെന്റ് ആയ 1 ഉം 2 ഉണ്ടായിരിക്കണം. സോ 1, 2, 3. സോ ഹിയർ യു ക്യാൻ സീ ദാറ്റ് എ സബ്സെറ്റ് ഓഫ് ബി, ബി സബ്സെറ്റ് ഓഫ് സി. സോ യു ചെക്ക് വെദർ എ സബ്സെറ്റ് ഓഫ് സി, എയിലെ എലമെന്റ് ആയ 1 സിയിലുണ്ടോ നോക്കൂ. യെസ്, 1 ഉണ്ട്. വിച്ച് ഇംപ്ലൈസ് എ സബ്സെറ്റ് ഓഫ് സി. സോ നമ്മളൊരു എക്സാമ്പിൾ എടുത്തപ്പം നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി തന്ന സ്റ്റേറ്റ്മെന്റ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടി. ഇത് നമ്മൾ പ്രൂവ് ചെയ്യണം, ജനറൽ ആയിട്ട് പ്രൂവ് ചെയ്യണം. ഇപ്പൊ ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്ത് എക്ക് ഒരു എലമെന്റ് ബിക്ക് ഇങ്ങനെ എലമെന്റ്സ് എടുത്തിട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെങ്കിൽ അത് ജനറൽ ആയിട്ട് തന്നെ പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പൊ അതെങ്ങനെയാണ് അതിന്റെ പ്രൂഫ് എന്ന് നോക്കാം. ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ.
ഒരു സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണെങ്കിൽ ഒരു എക്സാമ്പിൾ കാണിച്ചാൽ മതി. പക്ഷെ ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെങ്കിൽ നമ്മൾ അത് ജനറൽ ആയിട്ട് പ്രൂവ് ചെയ്യണം. ഏതെങ്കിലും ഒരു എലമെന്റ്സിൽ അത് ശരിയാണെന്ന് പറഞ്ഞാൽ മാത്രം പോരാ. ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. സോ നമ്മൾ പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് തന്ന കണ്ടീഷനിൽ നിന്ന് തുടങ്ങണം. ഗിവൺ എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് ബി സബ്സെറ്റ് ഓഫ് സി. സോ നമ്മൾ സബ്സെറ്റിന്റെ ഡെഫിനിഷനിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. സോ ദിസ് ഇംപ്ലൈസ് എയിലെ ഒരു എലമെന്റ് ജനറലായിട്ട് എടുക്കുന്നു, എക്സ് എന്ന വേരിയബിൾ എടുക്കും. എക്സ് എയിൽ ഉണ്ടെങ്കിൽ എക്സ് എവിടെ ഉണ്ടാവണം? ദിസ് ഇംപ്ലൈസ് എക്സ് ബിലോങ്സ് ടു എ. ദാറ്റ് ഈസ് ഐ റൈറ്റ് ദാറ്റ് ഈസ് ഹിയർ. ദാറ്റ് ഈസ് എക്സ് ബിലോങ്സ് ടു എ ഇംപ്ലൈസ് എക്സ് ബിലോങ്സ് ടു ബി. ഓക്കെ, ആൻഡ് ബി സബ്സെറ്റ് ഓഫ് സി എന്ന് പറഞ്ഞാൽ എന്താണ്? ബിയിലെ എലമെന്റ് എക്സ് ബിലോങ്സ് ടു ബി ഉണ്ട്. എക്സ് ബിയിൽ ഉണ്ടെങ്കിൽ എക്സ് എവിടെ ഉണ്ടായിരിക്കണം? എക്സ് സിയിലും ഉണ്ടായിരിക്കണം. ബിക്കോസ് ബി ഈസ് സബ്സെറ്റ് ഓഫ് സി ആണ്. ഇത് 1, ഇത് 2. 1ഉം 2ഉം ജോയിൻ ചെയ്യുമ്പോൾ what do you get? From 1 and 2, x belongs to A implies x belongs to C. This implies A is subset of C, hence proved. മനസ്സിലായല്ലോ? അപ്പം ഈ എക്സ് എന്ന് എടുത്ത് ചെയ്യണം നമ്മൾ പ്രൂവ് ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ സെന്റൻസ് ആയിട്ട് എഴുതാം, given A subset of B. That is, every element of A is also an element of B. Also given B subset of C. That is, every element of B is also an element of C. Thus, every element of A is also an element of C. Therefore, A is subset of C. P x ന് പകരം അങ്ങനെ എഴുതിയാലും മതി. Next statement. If A is not a subset of B and B is not a subset of C, then A is not a subset of C. നമ്മൾ തേർഡ് റിസൾട്ടിൽ പ്രൂവ് ചെയ്തതാണ്. A സബ്സെറ്റ് ഓഫ് ബിയും ബി സബ്സെറ്റ് ഓഫ് സിയും ആണെങ്കിൽ A സബ്സെറ്റ് ഓഫ് സി ആണ്. ഇവിടെ സബ്സെറ്റ് എന്നുള്ളടുത്ത് നോട്ട് സബ്സെറ്റ് ആക്കി. A is not subset of B, B is not subset of C, so A is not subset of C. ഇത് ശരിയാണോ നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പൊ ആദ്യം നമ്മൾ എക്സാമ്പിൾ എടുക്കാം. സപ്പോസ് എ ഈസ് ഈക്വൽ ടു, ഇവിടെ 3 സെറ്റുകളാണുള്ളത്, എയും ബിയും സിയും. ഓക്കെ, ഞാൻ എക്ക് 1ഉം 2ഉം എടുക്കും. എ ഈസ് നോട്ട് സബ്സെറ്റ് ഓഫ് ബി ആണ്. ഓക്കെ, അപ്പം എയിലെ 2 എലമെന്റ്സിൽ ഒന്നെങ്കിലും ഇല്ലാതിരുന്നിട്ടുണ്ടെങ്കിൽ എ ഈസ് നോട്ട് സബ്സെറ്റ് ഓഫ് ബി ആണ്. ഓക്കെ, അപ്പം ഞാനിവിടെ ബി എടുക്കുന്നത് 2, 3, 4 ആണ്. 1നെ ഒഴിവാക്കി. അപ്പോൾ 1നെ ഒഴിവാക്കി എഴുതിയപ്പോൾ you can see that A is not subset of B ആണ്. അതേപോലെ B is not subset of C ആണ്. ഇവിടെ ഞാൻ 1 എഴുതുന്നു, പക്ഷേ ബിയിലെ എലമെന്റ്സിൽ 1നെ എക്സ്ക്ലൂഡ് ചെയ്യുന്നു. ഓക്കെ, ഞാനിവിടെ 4നെ പുറത്താക്കുന്നു. സോ ഐ ഹാവ് ടേക്കൺ 3 സെറ്റ്സ് എ ബി സി. എ 1, 2, ബി 2, 3, 4, സി 1, 2, 3. ഞാൻ ഇങ്ങനെ എടുത്ത എന്തിനാന്ന് വെച്ചാൽ ഐ എം സെർച്ചിങ് ആൻ എക്സാമ്പിൾ to disprove the statement. That means a counter example. അതിനാണ് ശ്രമിക്കുന്നത്. അങ്ങനെ പോസിബിൾ ആണോ എന്നാണ് നോക്കുന്നത്. ഓക്കെ, ഇത് ശരിയായി വരുന്ന വിധത്തിലല്ല നിങ്ങൾ എക്സാമ്പിൾ എടുക്കേണ്ടത്. എക്സാമ്പിൾ എടുക്കുമ്പോൾ ഇതിനെ തെറ്റിക്കാൻ പറ്റുന്ന, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഡിസ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന എക്സാമ്പിൾ വേണം നിങ്ങൾ എടുക്കാൻ. അങ്ങനെ വരുമ്പോൾ ഇത് ശരിയാണോ നോക്കിയാൽ മതി. കാരണം നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്, ഫോൾസ് ആണ് എന്ന് പറയാൻ ഒരൊറ്റ എക്സാമ്പിൾ കാണിച്ചാൽ മതി. ഓക്കെ, സോ ഇവിടെ what you observe? A is not subset of B ആണല്ലോ. കാരണം എയിലെ 2 എലമെന്റ്സ് ഉണ്ട്, 1ഉം 2ഉം. ആ 2 എലമെന്റ്സും ബിയിൽ ഉണ്ടാവണം. ഇല്ല, 1 എന്ന് പറഞ്ഞ എലമെന്റ് ബിയിൽ ഇല്ല. സോ A is not subset of B. Now what about B and C? Here you can write B is not subset of C because ബിയിലെ എലമെന്റ്സ് 2, 3, 4ല് 4 എന്ന് പറഞ്ഞ എലമെന്റ് സിയിലില്ല. So B is not subset of C. Now you check whether A is subset of C. എയിലെ എലമെന്റ്സ് 1ഉം 2 ആണ്. ആ 2 എലമെന്റ്സും സിയിലും ഉണ്ട്. സോ ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന സെറ്റുകൾ തന്നെയാണ് നമ്മൾ 3 എടുത്തത്. പക്ഷേ then A is not subset of C എന്ന് പറയുന്നത് ഇവിടെ തെറ്റാണ്. ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്? A is subset of C. എയിലെ 2 എലമെന്റ്സും സിയിലുള്ള വിധത്തിൽ 3 സെറ്റുകൾ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. That means the given statement is false. The statement is false. അതിന് റീസൺ ആയിട്ട് നമ്മൾ കാണിക്കാൻ
ഒരു എക്സാമ്പിൾ മതി, ഈ തന്ന എക്സാമ്പിൾ എഴുതും. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്, if x belongs to a and a is not subset of b, then x belongs to b. ഇവിടെ x എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ആണ് തന്നിരിക്കുന്നത്. സോ ഇൻസ്റ്റെഡ് ഓഫ് x you can take any other number. ഇനി എന്നാലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാണ്ടിരിക്കാൻ ഞാൻ a എന്ന് പറഞ്ഞ സെറ്റിലും b എന്ന് പറഞ്ഞ രണ്ട് സെറ്റ് മാത്രമാണ് ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത്. x എന്ന് പറഞ്ഞ എലമെന്റ് എയിലുണ്ട്. സോ എയിൽ ഞാൻ രണ്ട് എലമെന്റ്സ് എഴുതുകയാണ്, എക്സും വൈയും. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു എലമെന്റ് എക്സ് മാത്രമായിട്ടും എഴുതാം. ഓക്കെ, ഇനി എ ബിയുടെ സബ്സെറ്റ് ആകരുത്. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ എയിലുള്ള രണ്ട് എലമെന്റ്സിൽ ഒരു എലമെന്റിനെ ഒഴിവാക്കുന്നു. അപ്പൊ എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഡിസ്പ്രൂവ് ചെയ്യാനുള്ള ഒരു എക്സാമ്പിൾ ആണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ എക്സ് ബിലോങ്സ് ടു ബി. അപ്പൊ എക്സിനെ ഒഴിവാക്കിക്കൊണ്ട് ഓക്കെ ഞാന് വൈയും വേറൊരു എലമെന്റും കൂടെ എടുത്തു എന്ന് വിചാരിക്കും. സോ വാട്ട് യു സീ ഹിയർ, ഐ ഹാവ് ടേക്കൺ ടു സെറ്റ്സ് എ ആൻഡ് ബി. ഇൻ A we have the elements x comma y. In set B we have the elements y comma z. You can see that A is not subset of B because A യിലുള്ള രണ്ട് എലമെന്റ്സും B യിലില്ല. x എന്ന് പറഞ്ഞ എലമെന്റ് B യിലില്ല എന്ന രീതിയിൽ വന്നു. സോ A B യുടെ സബ്സെറ്റ് അല്ല. A യിൽ ഒരു എലമെന്റ് ആണ് x എങ്കിൽ x B യിൽ ഉണ്ടാവണമെന്ന് ഇല്ല. ഈ രീതിയിൽ എടുക്കുകയാണെങ്കിൽ എക്സ് ബിയിൽ ഉണ്ടാവണമെന്നില്ല. സോ നമുക്കിവിടെ എഴുതാം എ നോട്ട് സബ്സെറ്റ് ഓഫ് ബി ആൻഡ് എക്സ് ഡസ് നോട്ട് ബിലോങ് ടു ബി. ഇവിടെ പറയുന്നത് എന്താണ്, എയിൽ ഒരു എലമെന്റ് എക്സ് ആണെങ്കിൽ എ ബിയുടെ സബ്സെറ്റ് അല്ല എങ്കിൽ എക്സ് ബിയിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ ഈ രീതിയിലാണ് നമ്മൾ എക്സാമ്പിൾ എടുക്കുന്നതെങ്കിൽ എക്സ് ബിയിൽ ഉണ്ടാവണമെന്നില്ല. ഈ കണ്ടീഷൻ ശരിയാണ്. എക്സ് ഇവിടെ രണ്ട് കണ്ടീഷനാണ് തന്നിരിക്കുന്നത്. ഇത് രണ്ടും ശരിയാണെങ്കിൽ ഇതും ശരിയാണെന്നാണ് ഈ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. നമ്മൾ ഇത് രണ്ടും ശരിയായിട്ട് തന്നെ എടുത്തു. എക്സ് എയിലുണ്ട്, എ ബിയുടെ സബ്സെറ്റ് അല്ല. അങ്ങനെയാണെങ്കിൽ എക്സ് ബിയിൽ ഉണ്ടാവണമെന്ന് ഇല്ല എന്ന് നമുക്ക് ഈ രണ്ട് എക്സാമ്പിളിൽ നിന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. സോ ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ്. ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ്. നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ഞാൻ മുകളിൽ പറഞ്ഞ എക്സാമ്പിൾ കൊടുത്താൽ മതി. അടുത്ത സ്റ്റേറ്റ്മെന്റ്, ഇഫ് എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് എക്സ് ഡസ് നോട്ട് ബിലോങ് ടു ബി ദെൻ എക്സ് ഡസ് നോട്ട് ബിലോങ് ടു എ. ഈ രണ്ട് കണ്ടീഷനും ശരിയാണെങ്കിൽ ഇത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ രണ്ട് സെറ്റുകൾ നമ്മൾ എപ്പോഴും ഒരു എക്സാമ്പിൾ എടുത്തിട്ടാണ് ചെയ്യുക. എക്സാമ്പിളിലോ രണ്ടോ മൂന്നോ എക്സാമ്പിൾ എടുക്കുമ്പോൾ ശരിയായി വരികയാണെങ്കിൽ നമുക്ക് ജനറൽ ആയിട്ട് പ്രൂവ് ചെയ്യാം. ഇൻഡക്ഷൻ മെത്തേഡ് എന്ന് അതിനെ പറയും. ഇവിടെ നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ ഡിസ്പ്രൂവ് ചെയ്യാനായിട്ട് ഒരു എക്സാമ്പിൾ കിട്ടുമോ എന്നാണ് അന്വേഷിക്കേണ്ടത്. അല്ലാണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാകുന്ന വിധത്തിൽ എക്സാമ്പിൾ എടുക്കുകയല്ല വേണ്ടത്. ഒരു സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആവുന്നത് ഒരു കേസിലെങ്കിലും അത് തെറ്റിയാൽ ആ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. സോ ഒരു എക്സാമ്പിൾ എങ്കിലും കിട്ടുമോ എന്നാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മുടെ കണ്ടീഷൻ എ സബ്സെറ്റ് ഓഫ് ബിയും എക്സ് ഡസ് നോട്ട് ബിലോങ് ടു ബിയുമായ രണ്ട് സെറ്റുകൾ നമ്മൾ എടുക്കും. എന്നിട്ട് നമ്മൾ പ്രൂവ് ചെയ്യാൻ നോക്കും എക്സ് ബിലോങ് ടു എ എന്ന്. എക്സ് ബിലോങ്സ് ടു എ എന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ നോക്കും. ഓക്കെ, സോ വി ഹാവ് ടു സെറ്റ്സ് എയും ബിയും. ഇവിടെ നോക്കുക, എ സബ്സെറ്റ് ഓഫ് ബി ആണ്, എന്നാൽ എക്സ് എന്ന് പറഞ്ഞ എലമെന്റ് ബിയിലില്ല. ഓക്കെ, സോ ഞാൻ എയിലെ എലമെന്റ്സ് എഴുതാണ്. എയിലെ എലമെന്റ്സ് 1, 2. Now we need to write a set B which is superset of A. Okay, അപ്പോൾ എന്തായാലും എയിലെ രണ്ട് എലമെന്റ്സും അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു എലമെന്റും കൂടി എഴുതി 3. ഇവിടെ നിങ്ങൾക്ക് കാണാം A is subset of B ആണ്. സോ ഒരു എലമെന്റ് ബിയിലില്ല എങ്കിൽ ആ എലമെന്റ് എയിലും ഉണ്ടാവില്ല എന്നാണ് ഇവിടെ കാണുന്നത്. സോ ഈ ബിയിൽ ഇല്ലാത്ത ഒരു എലമെന്റ് നമുക്ക് എടുക്കാം 4. 4 എവിടെ ഇല്ല? 4 ബിയിലില്ല. നൗ യു ചെക്ക് വെദർ 4 ബിലോങ്സ് ടു എ. 4 എവിടെ ഉണ്ടാവില്ല? 4 എയിലും ഉണ്ടാവില്ല. സോ ഇവിടുന്ന് എന്ത് മനസ്സിലാക്കാം? എ ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ ബിയിൽ ഇല്ലാത്ത എലമെന്റ് എവിടെ ഉണ്ടാവില്ല? എയിലും ഉണ്ടാവില്ല. സോ ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം.
ഇവിടെ കണ്ടോ, എ സബ്സെറ്റ് ഓഫ് ബി എടുത്തു, ബിയിൽ ഇല്ലാത്ത ഒരു എലമെന്റ് നോക്കി, ആ എലമെന്റ് എവിടെയും ഇല്ലാന്ന് കിട്ടി, എയിലും ഇല്ലാന്ന് കിട്ടി. അപ്പൊ അങ്ങ് നിങ്ങൾ ഏത് എക്സാമ്പിൾ എടുത്താലും ഇത് ശരിയാണെന്നാണ് കിട്ടുക. സോ വി ക്യാൻ റൈറ്റ് ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. സോ ഒരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ അതിന് ജനറൽ ആയിട്ട് പ്രൂവ് ചെയ്യണം. ഓക്കെ, സോ ജനറൽ ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാം. പ്രൂഫ്: let A subset of B. A ബിയിലെ സബ്സെറ്റ് ആണ്. ഇത് പ്രൂവ് ചെയ്യാൻ നമ്മൾ സാധാരണ ചെയ്യുക, ഈ രണ്ട് കേസും ട്രൂ ആണെന്ന് എടുത്ത് ഇതും ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യും. ഇവിടെ ഞാൻ ചെയ്യുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സ് ഡസ് നോട്ട് ബിലോങ് ടു എനെ ഞാൻ മാറ്റുന്നു. ഓക്കെ, എ സബ്സെറ്റ് ഓഫ് ബി അസ്യൂം നമ്മൾ എടുക്കുകയാണ്. അസ്യൂം ദാറ്റ് മെത്തേഡ് ഇസ് കോൾഡ് കോൺട്രഡിക്ഷൻ മെത്തേഡ്. നമ്മൾ റൂട്ട് ടു ഇറാഷണൽ ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ ആ മെത്തേഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട് 10th സ്റ്റാൻഡേർഡിൽ. ആ മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അസ്യൂം എക്സ് ബിലോങ്സ് ടു എ. എക്സ് എയിലുണ്ടെന്ന് പ്രൂവ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ കണ്ടീഷൻ എന്താണ്? എ സബ്സെറ്റ് ഓഫ് ബി ആണ്, എക്സ് ഡസ് നോട്ട് ബിലോങ് ടു ബി ആണ്. ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മൾ അസ്യൂം ചെയ്യാണ് എക്സ് ബിലോങ്സ് ടു എ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എക്സ് ഡസ് നോട്ട് ബിലോങ് ടു എ ആണ്. നമ്മൾ കോൺട്രഡിക്ഷൻ മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ റൂട്ട് ടു ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ എങ്ങനെ എടുത്ത് റൂട്ട് ടു റാഷണൽ ആണെന്ന് പറഞ്ഞെടുത്തു. നേരെ ഓപ്പോസിറ്റ് ആണെന്ന് പറഞ്ഞു, അതിന്റെ നെഗറ്റീവ് ആയിട്ട് എടുത്തു. സോ എക്സ് ഡസ് നോട്ട് ബിലോങ് ടു എ എന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ എന്തെടുത്തു? എക്സ് ബിലോങ്സ് ടു എ എന്നെടുത്തു. സോ എക്സ് ബിലോങ്സ് ടു എ ആണെങ്കിൽ എക്സ് എവിടെ ഉണ്ടാവണം? എക്സ് ബിയിലും ഉണ്ടാവണം. വൈ? ബിക്കോസ് എ ഈസ് സബ്സെറ്റ് ഓഫ് എ. റീസൺ എന്താ? സിൻസ് എ ഈസ് സബ്സെറ്റ് ഓഫ് എ. അത് ശരിയാണെന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സോ എക്സ് ബിലോങ്സ് ടു ബി എന്നാണ് നമുക്ക് കിട്ടിയത്. ആക്ച്വലി നമ്മൾ എടുത്തിട്ടുണ്ട് എന്ത്? എക്സ് ഡസ് നോട്ട് ബിലോങ് ടു ബി. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ നമ്മൾ എടുത്ത ആ ഒരു കണ്ടീഷനെ ഇത് കോൺട്രഡിക്റ്റ് ചെയ്യുന്നു. ഓക്കെ, ദിസ് കോൺട്രഡിക്ട്സ് x does not belong to B. So x belongs to A എന്ന് എടുത്തത് ശരിയാണോ? അല്ല. Therefore x does not belong to